എല്ലാവരെയും വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമാണ് അണ്ടർ ഐ ഡാർക്ക്നെസ്. കണ്ണിന്റെ താഴെയുള്ള കറുപ്പ് നിറം എന്നുള്ളത് നമുക്ക് കോസ്മെറ്റിക് OPയിൽ സ്ഥിരമായി വരുന്ന ഒരു പ്രശ്നമാണ്. ഇതിന് നമുക്ക് ഒരുപാട് ക്രീംസും ജെൽസും എല്ലാം വിപണിയിൽ അവൈലബിളുമാണ്. നിങ്ങളിൽ പലരെങ്കിലും പലപ്പോഴും അതെല്ലാം വാങ്ങി ഉപയോഗിക്കുകയും താൽക്കാലികമായിട്ടുള്ള ആശ്വാസം കിട്ടും. കുറച്ചു കഴിഞ്ഞാൽ എഗെയിൻ വീണ്ടും ഈ കറുപ്പ് നിറം വീണ്ടും വന്നു തുടങ്ങുന്നതായിട്ട് കാണാറുണ്ട്. അപ്പൊ ആക്ച്വലി ഇത് എന്തുകൊണ്ടാണ് കണ്ണിന്റെ താഴെ കറുപ്പ് നിറം ഉണ്ടാവുന്നത് എന്നുള്ളത് ഈ റൂട്ട് കോസ് അനാലിസിസ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. പ്രത്യേകിച്ചും ജനറ്റിക് ഫാക്ടേഴ്സിന്റെ ഭാഗമായിട്ട് നമുക്ക് കണ്ണിന്റെ താഴെ കറുപ്പ് നിറം ഉണ്ടാവാം. അത് ഒരു പരിധി വരെ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റില്ല. എന്നാൽ കൂടി നമുക്ക് ബാക്കി ഫാക്ടേഴ്സിനെ പ്രിവെന്റ് ചെയ്യുക വഴിക്ക് ഇത് കുറച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ മെയിൻ ആയിട്ടുള്ള റീസൺ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഒത്തിരി നമുക്ക് ഗാഡ്ജറ്റ്സിന്റെ ഉപയോഗം, അതുപോലെ രാത്രിയിൽ ഇരുട്ടത്ത് ഇരുന്ന ലാപ്ടോപ്പ് അധികം യൂസ് ചെയ്യുക, മൊബൈൽ യൂസ് ചെയ്യുക, ഇതുവഴിക്കും നമുക്ക് ഉറക്കക്കുറവ്, ഇത് മെയിൻ ആയിട്ടുള്ള ഒരു ഘടകമാണ്. ഉറക്കക്കുറവാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരുന്നത്. ടെൻഷൻ, സ്ട്രെസ്, ഉറക്കക്കുറവ് ഇതുള്ളവർക്ക് കണ്ണിന്റെ താഴെ തീർച്ചയായിട്ടും കറുപ്പ് നിറം ഉണ്ടാവും. ഇതല്ലാതെ വളരെ കോമൺ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കാതെ നമുക്ക് വരുന്ന കുറച്ച് കാരണങ്ങളാണ്. ഒന്ന്, ഡീഹൈഡ്രേഷൻ. നമ്മൾ തീരെ ശ്രദ്ധിക്കുന്നില്ല. ഇപ്പൊ വേനലായതുകൊണ്ട് ഒന്നും കൂടി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നതാണ്. ശരീരത്തിലെ ജലാംശം കുറയുക വഴിക്ക് കണ്ണിന്റെ താഴെ കറുപ്പ് നിറം ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ്. അതുപോലെ തന്നെ ചില പ്രത്യേക വിറ്റാമിനുകളുടെയും ഇതിന്റെയും കുറവ്, ഉദാഹരണത്തിന് വൈറ്റമിൻ കെയും B12ന്റെയും ഒക്കെ ഡെഫിഷ്യൻസി ഉള്ളവരില്, വെജിറ്റേറിയൻസ് ആയിട്ടുള്ള ആൾക്കാരില് കണ്ണിന്റെ താഴെയുള്ള കറുപ്പ് നിറം വളരെ കൂടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ അയൺ ഡെഫിഷ്യൻസി, അനീമിയ ഉള്ളവരിലും കണ്ണിന്റെ താഴെയുള്ള കറുപ്പ് നിറം വളരെയധികം കൂടാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ചിലവർക്ക് എന്താ വെച്ചാൽ നമുക്ക് ഏജിങ്ങിനോടനുബന്ധിച്ച് നമ്മൾ പ്രായമാകുമ്പോൾ നമ്മുടെ കണ്ണിന്റെ താഴെയുള്ള ഫാറ്റ് ടിഷ്യൂ ഒക്കെ കുറച്ച് കുറയുകയും തിന്നായിട്ടുള്ള സ്കിന്ന് കുറച്ചും കൂടി നമ്മുടെ താഴെയുള്ള രക്തക്കുഴലുകളെ എക്സ്പോസ് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഡാർക്ക്നെസ് കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നത്. പിന്നെ ചിലര് വളരെ അധികം മസാജ്, ഇപ്പൊ സർക്കുലേഷൻ കൂടിക്കഴിഞ്ഞാൽ കണ്ണിന്റെ ചുറ്റുമുള്ള കറുപ്പ് നിറം കുറയും എന്ന് പറഞ്ഞിട്ട് വളരെ അമർത്തി വളരെ കാര്യമായിട്ട് മസാജ് ചെയ്ത് ഇത് മാറ്റാൻ ശ്രമിക്കുന്നവരുണ്ട്. പക്ഷെ കണ്ണിന്റെ താഴെ വളരെ ജെന്റിലായിട്ട് മാത്രമേ നമ്മൾ മസാജ് ചെയ്യാവൂ. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ വലിയൊരു കാര്യമാണ്. കാര്യം വളരെ തിന്നായിട്ടുള്ള സ്കിൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ വളരെ അമർത്തി മസാജ് ചെയ്യുമ്പോൾ ചുളിവുകൾ കൂടാനായിട്ടാണ് സാധ്യത. നമുക്ക് പ്രായമാകുമ്പോൾ നമ്മുടെ കൊളാജൻ, ഫാറ്റി ടിഷ്യൂസ് ഒക്കെ നമുക്ക് നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് അത് തിന്നായി മാറുന്നത്. അതിന്റെ കൂടെ നമ്മൾ ഈ മസാജും കൂടി കൊടുക്കുമ്പോഴത്തേനും മൈക്രോലൈൻസ് കൂടുകയും കൂടുതൽ കൂടുതൽ തോന്നാനുള്ള ഒരു സാധ്യത ഏറുകയുമാണ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് അതിന്റെ ഒരു സൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് നല്ല വളരെ ഹെൽത്തി ആയിട്ടുള്ള ആരോഗ്യശീലങ്ങളിലേക്ക് നമ്മൾ നോക്കുക. അതായത് ഇപ്പൊ ലാപ്ടോപ്പ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ കൂടി നമ്മൾ അതിന്റെ ബ്രൈറ്റ്നസും മൊബൈലിന്റെ ആണെങ്കിലും ബ്രൈറ്റ്നസ് ഒരു പരിധി വരെ ഐക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ കീപ്പ് ചെയ്യുക. പിന്നെ ഒരിക്കലും ഇരുട്ടത്തിരുന്നിട്ട് ഇത് നോക്കാതിരിക്കുക. അത്യാവശ്യം ബ്രൈറ്റഡ് ആയിട്ടുള്ള രാത്രിയാണെങ്കിലും നമുക്ക് പൊതുവിൽ ലൈറ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ ഇരുന്നിട്ട് ഇത് നോക്കുക. അതുപോലെ തന്നെ ഉറക്കത്തിന്റെ സമയം മാക്സിമം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമുക്ക് കൂൾ കംപ്രഷൻ ആണ് പൊതുവെ സജസ്റ്റ് ചെയ്യുക എല്ലാവരും. എന്നാലും ആയുർവേദത്തിലും നമുക്കൊരു വളരെ ഇളം ചൂടുപാൽ, ഒരു ബോഡി ടെമ്പറേച്ചറിലുള്ള പാല് കിട്ടുകയാണെങ്കിൽ ഒരു അല്പം കോട്ടണിൽ ഡിപ്പ് ചെയ്തിട്ട് നമ്മുടെ രണ്ട് കണ്ണിലും ഒന്ന് വെച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരു 10 മിനിറ്റ്, കൂടുതൽ വേണ്ട, ഒരു 10 മിനിറ്റ് അങ്ങനെ വെച്ചു കൊടുക്കുകയാണെങ്കിൽ ഐ സ്ട്രെയിൻ കുറയ്ക്കാനും കണ്ണിന്റെ ചുറ്റുമുള്ള കറുപ്പ് നിറം കുറയ്ക്കാനും വളരെയധികം ഹെൽപ്ഫുൾ ആണ്. ആയുർവേദത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരുപാട് നല്ല മരുന്നുകളുണ്ട്. യഷ്ടിമധു ആണെങ്കിലും അർജുനം നീർമരുതാണെങ്കിലും മഞ്ഞൾ, കുർക്കുമിൻ കണ്ടന്റ് ഒക്കെ നമുക്ക് വളരെയധികം നല്ലതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മോഡേണിലെ കോജിക് ആസിഡ് ആണ് ഏറ്റവും കൂടുതൽ ഈ ബ്രൈറ്റ്നസിന് വേണ്ടിയിട്ട് മോഡേൺ കോസ്മെറ്റിക്സിൽ യൂസ് ചെയ്യണത്. പക്ഷെ സ്റ്റഡീസ് പ്രൂവ് ചെയ്തിരിക്കുകയെന്ന് വെച്ചാൽ കോജിക് ആസിഡിനെക്കാട്ടിലും 3 times അതിന്റെ ഒരു പവർഫുൾ ആണ് കുർക്കുമിൻ എന്നാണ് ലേറ്റസ്റ്റ് സ്റ്റഡീസിൽ നമുക്ക് അറിയാൻ പറ്റുന്നത്. നമുക്ക് നാച്ചുറലി അവൈലബിൾ ആയിട്ടുള്ള പല സംഗതികളും നമ്മൾ വേണ്ട വിധത്തിൽ യൂസ് ചെയ്യാതെയാണ് കെമിക്കൽസിന്റെ പിന്നാലെ നമ്മൾ പോകുന്നത്. ശരിക്കും എല്ലാം കൃത്യമായ അളവിൽ, കൃത്യമായ രീതിയിൽ, കൃത്യമായ ഇടവേളകളിൽ, കൃത്യമായ രോഗികളിൽ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ റിസൾട്ട് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. വളരെയധികം നമ്മളെല്ലാവരും അത്ഭുതപ്പെടുത്തുന്ന റിസൾട്ടാണ് നമുക്ക് കിട്ടുക. വീസിപ്പോണ പുയലിൽ என் வேர்கள் சாயவில்லை ஒரு பட்டம் பூச்சி மோத அது பட்டென்று சாய்ந்ததடி.